മിഹോയും പുറത്തേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഓൺഹയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുന്നു. ഇത് എവിടെ നിന്നുമാണ് നിനക്ക് കിട്ടിയത്? ആരാണ് നിനക്ക് നൽകിയതെന്നൊക്കെ മിഹോ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടിയൊക്കെ പറയുവാനായിട്ട് ഓൺഹയും മടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഹ്യുൻവോന്റെ അടുത്ത് നിന്ന് ഒരു കോളൊക്കെ അവൾക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് എന്താണ് പരിപാടി? നിനക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ടുണ്ടോ എന്നൊക്കെ ഹ്യുൻവോ അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന് മൊത്തത്തിൽ വീടൊക്കെ ക്ലീൻ ചെയ്യണം. അതുകൂടാതെ ഷൂസും ഡ്രസ്സും ഒക്കെ കഴുകുവാനായിട്ടുമുണ്ട്. പിന്നെ നീയും എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നീ നിർത്തണം. ഇനിയും നീ ഞാൻ കാരണം വേദനിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഓൺഹയും അവന്റെ അടുത്തൊക്കെ പറയുന്നു. യാങ്ങിനും ഇപ്പോൾ ബെയിലൊക്കെ കിട്ടി പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എങ്കിൽ പോലും അവന്റെ കാലിലൊക്കെ ഒരു ഡിവൈസും അവർ ഘടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ എവിടെയാണ് പോകുന്നതെന്നെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. നീ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വേണം അടുത്ത ഒരു ദിവസം നിൽക്കുവാനായിട്ടെന്നൊക്കെ പോലീസ് പ്രത്യേകമായിട്ടൊക്കെ യാങ്ങിനോട് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടി യാങ് ഇപ്പോൾ ഓർക്കുകയാണ്. സിയോയുടെ അടുത്ത് എത്തിയതിനു ശേഷം ഞാൻ ഈ ബുൾഡോങ് ഗ്യാങ് ഒക്കെ നന്നായി തന്നെ നടത്തിക്കോളാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മകൻ അല്ലാത്തത് കൊണ്ടാണോ നിങ്ങളും ജിഹാനൊക്കെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സിയോയുടെ അടുത്തേക്ക് അവൻ ചോദിക്കുന്ന സമയത്ത് നീ ഒന്നും തന്നെ നോക്കി നടത്തേണ്ട കാര്യമില്ല. നിനക്ക് അതിനുള്ള യാതൊരു വിധത്തിലുള്ള ഗുണമോ കഴിവോ ഇല്ല. അതുകൊണ്ട് തന്നെ ജീഹ്വാനായിരിക്കും എല്ലാം തന്നെ നോക്കി നടത്തുക. നീയും അവന്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നായിരുന്നു സിയോയും അന്ന് യാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജെയ്സോയും ഇപ്പോൾ സിയോനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. സിയോയും ജെയ്സോയ്ക്കിട്ട് ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട്. നീ ഒരിക്കൽ കൂടി എന്നെ ചതിക്കുകയാണെങ്കിൽ ഒരിക്കലും നിന്നെ വെറുതെ വിടുന്നത് ആയിരിക്കുകയില്ല എന്നൊക്കെ സിയോ ജെയ്സോയുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ജിഹ്വാൻ എന്ത് ശിക്ഷയാണ് കൊടുക്കാനായിട്ട് വെച്ചിരുന്നത് അത് എനിക്ക് തന്നോളൂ. എങ്കിൽ പോലും ജിഹ്വാനെ ഒന്നും ചെയ്യരുതെന്നായിരുന്നു ജെയ്സോയും സിയോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൺഹെയിം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ജിഹ്വാനു വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അവളെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹ്യുൻവുവും ടീമും കൂടി കുറച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. സിയോ ജയിലിലൊക്കെ പോയ സമയത്ത് ഒരാളെ വിശ്വസിച്ച് പണമൊക്കെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാത്രമാണ് യാങ്ങിന്റെ കയ്യിൽ പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിയോ തിരിച്ചെത്തിയ സമയത്താകട്ടെ അതെല്ലാം തന്നെ സിയോ തിരിച്ചു മേടിച്ചു. മാത്രമല്ല ഇപ്പോൾ യാങ്ങിന് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. ആദ്യം മുതൽക്കേ തന്നെ സിയോയ്ക്ക് പകരമായിട്ടൊക്കെ ജിഹ്വാനെ ആയിരുന്നു സിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് മുന്നോട്ടും പോകുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ജിഹ്വാന്റെ അടുത്ത് നിന്നും ഹ്യുൻവുനും ഒരു കോളൊക്കെ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സിയോയുടെ മദ്യത്തിന്റെ ആ ഒരു കമ്പനിയിലൊക്കെയാണ്. ഈ ഒരു കമ്പനിയിൽ നിന്നും നമുക്ക് കുറെ അധികം എവിഡൻസ് ഒക്കെ കിട്ടും. ആ ഒരു എവിഡൻസ് വെച്ചിട്ട് നമുക്കും സിയോനെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇവിടെ പോലീസുമായിട്ട് എത്തേണ്ടതാണ് എന്ന രീതിക്കൊക്കെയാണ് ജിഹ്വാൻ സംസാരിക്കുന്നത്. അതിനുശേഷം ജിഹ്വാനും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അങ്ങനെ ജിഹ്വാനും കമ്പനിയൊക്കെ തുറന്ന് അകത്തേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കുമായിരുന്നു ഇതൊരു ട്രാപ്പ് ആണെന്നുള്ള കാര്യമൊക്കെ ജിഹ്വാനും മനസ്സിലാക്കുന്നത്. കൂടാതെ സിയോയും സിയോയുടെ ടീമും ജെയ്സോനെ അവിടെ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി ജിഹ്വാൻ മനസ്സിലാക്കുന്നു. ഓൺഹെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നേരത്തെ ജിഹ്വാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയൊക്കെ അവളുടെ കഴുത്തിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നു. ജിഹ്വാൻ തേടി വന്നിട്ടുണ്ടായിരുന്ന എവിഡൻസ് എല്ലാം തന്നെ ഇപ്പോൾ ജിഹ്വാന്റെ മുമ്പിലായിട്ടൊക്കെ സിയോയും കൊണ്ടുവയ്ക്കുന്നു. ജെയ്സോനെ വെറുതെ വിടുവാനായിട്ടൊക്കെ ജിഹാൻ പറയുന്ന സമയത്ത് നിന്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് നീ എന്റെ മകനായിട്ട് ജീവിക്കുക എന്നത്. അങ്ങനെയാണെങ്കിൽ ജെയ്സോനെ ഞാൻ വെറുതെ വിടുന്നതായിരിക്കും. അതല്ല എങ്കിൽ നീ സ്വയമായിട്ട് തന്നെ ഇവിടെ നിന്നും പോകണം. അപ്പോൾ നിനക്ക് ജെയ്സോനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് സിയോ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ നിന്നും സ്വയമായിട്ട് പോവുക എന്നതിന്റെ ആ ഒരു കാര്യമൊക്കെ നിനക്ക് തന്നെ അറിയാമല്ലോ എന്നൊക്കെ സിയോ പറയുമ്പോഴത്തേക്കുമാണ് പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ജിഹ്വാനും ഓർക്കുന്നത്. അതായത് പണ്ട് അവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവനെ ഉപദ്രവിച്ചതിന് ശേഷം നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നിന്റെ എതിരാളിനെ തല്ലി വീഴ്ത്തണമെന്നൊക്കെ ആയിരുന്നു സിയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് മനസ്സില്ലാതെയൊക്കെ നിന്നതുകൊണ്ട് തന്നെ അവനിട്ട് ഒരുപാട് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തവണ ജെയ്സോനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും തല്ലി തോൽപ്പിക്കണമെന്ന രീതിക്കൊക്കെയാണ് സിയോയും സംസാരിക്കുന്നത്. ജെയ്സോനെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ജിഹ്വാനും അതിനിടയ്ക്ക് കയറിയിട്ട് അവനിട്ടും ഒരുപാട് ഇടിയൊക്കെ കിട്ടുന്നുണ്ട്. അതേസമയം പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് ജിഹ്വാനിട്ട് ഒരുപാട് തല്ലൊക്കെ കിട്ടിയതിനു ശേഷം ജിഹ്വാനും തിരിച്ച് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളെയൊക്കെ തല്ലി തോൽപ്പിച്ചതിനെ കുറിച്ചൊക്കെ ആയിരുന്നു സിയോയും ഓർത്തിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനെ ഒരുപാട് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള പേടിയുമില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താഗ്രഹിക്കുന്നു അതൊന്നും തന്നെ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാവുകയില്ല എന്നൊക്കെ ജിഹ്വാൻ പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പലരും ജിഹ്വാനെ വീണ്ടും ഒരുപാട് തല്ലുന്നു. നീയും ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിയോ ജിഹ്വാന്റെ അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നീ എന്നെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എപ്പോഴും ജിഹ്വാനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അതാണ് നീ ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിയോനെ കുത്തുവാനായിട്ടൊക്കെ യാങ്ങോം വരുന്നു. പക്ഷെ
ജീഹ്വാനും സിയോനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടായിരുന്നു ആ ഒരു സമയത്ത് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ യാങ് കുത്തിയ കൊത്തൊക്കെ സിയോയ്ക്ക് പകരമായിട്ട് ജീഹ്വാനിട്ടാണ് കൊള്ളുന്നതും. ജീഹ്വാന് ബോധം പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ ഓൺഹ പറയുന്നതായിരുന്നു അവന്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ തേടി വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീഹ്വാന്റെയും ബോധമൊക്കെ പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ട് അടുത്ത എപ്പിസോഡും തുടങ്ങുകയാണ്. ഹ്യുനുവും ഇപ്പോൾ കമ്പനിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോഴായിരുന്നു ചീഹ്വാനായിട്ട് കുത്തൊക്കെ കൊണ്ട് കിടക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ഹ്യുനുവും മനസ്സിലാക്കുന്നത്. യാങ്ങും കയ്യിൽ കത്തി വെച്ചിട്ട് എല്ലാവരും തന്നെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഹ്യുനുവു യാങ്ങിനെ അറ്റാക്ക് ചെയ്തിട്ട് അവന്റെ കയ്യിൽ നിന്നും കത്തിയൊക്കെ താഴെ ഇടിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ പോലീസ് എത്തുകയും എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. മാത്രമല്ല സിയോയും എവിഡൻസ് ആയിട്ടുള്ള ബുക്ക് എല്ലാം തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ പോലീസിനും ഈ ഒരു ബുക്സ് എല്ലാം തന്നെ കിട്ടുകയാണ്. അതിന്റെ കൂടെ തന്നെ എത്രയും വേഗം ആംബുലൻസിനെയൊക്കെ വിളിക്കുവാനായിട്ടൊക്കെ ഹ്യുനുവും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ജിഹ്വാനെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നത്. ജിഹ്വാന്റെ സർജറിയൊക്കെ നല്ല രീതിക്ക് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും ജിഹ്വാന് ബോധമൊന്നും വന്നിട്ടില്ല. അവനിപ്പോൾ ഉള്ളത് കോമ സ്റ്റേജിലൊക്കെയാണ്. അവനും എപ്പോൾ ബോധം വരുമെന്നൊന്നും തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഡോക്ടർ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപാട് വിഷമമൊക്കെ ആകുന്നു. അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും ഹിനുവിനും ഒരു കോളൊക്കെ വരുന്നു. പോലീസ് എല്ലാവരും തന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സിയോ ഇതുവരെയായിട്ടും ഒരു കാര്യങ്ങളും പറയുവാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. യാങ്ങാകട്ടെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും തെറ്റുകളൊന്നും തന്നെ തുറന്നു പറയുവാനായിട്ട് അവൻ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും കാങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും തുറന്നു പറഞ്ഞിരിക്കുന്നു. എല്ലാവരും തന്നെ ഇപ്പോൾ ജിഹ്വാന്റെ ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കാണുന്ന ഉൺഹയും എല്ലാവരോടും വർക്കിന് പോകുവാനായിട്ടൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എല്ലാവരും തന്നെ വിഷമിച്ച് ജിഹ്വാന്റെ ചുറ്റുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അവനും വിഷമമൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വർക്കൊക്കെ ചെയ്ത് അവനെ ഹാപ്പി ആക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്നാണ് ഉൺഹയും പറയുന്നത്. ഹിരുവും സിയോനെ ചോദ്യം ചെയ്യുവാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും സിയോ ഒരു രീതിക്ക് മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ജിഹ്വാൻ ഇപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ല എന്ന കാര്യമൊക്കെ സിയോയും മനസ്സിലാക്കുകയാണ്. എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജിഹ്വാന് കൂട്ടൊക്കെ ഇരിക്കുന്നത് ഓൺഹയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നൊക്കെ ഓൺഹയും ജിഹ്വാന്റെ അടുത്തൊക്കെ പറയുന്നു. ഹോങ്കയും ജിഹ്വാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിഹ്വാൻ ഒരുപാട് സ്ട്രോങ് ആണെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ജിഹ്വാന്റെ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നീയും എനിക്കതൊക്കെ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും ലിയനയുടെ പിന്നാലെയൊക്കെ നടക്കുന്നു. ജിഹ്വാൻ ഇടയ്ക്ക് കയറിയത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ സിയോനൊക്കെ ഞാൻ കൊന്നു കളഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാങ്ങും ഒരുപാട് വീരവാദമൊക്കെ മുഴക്കുകയാണ്. ഇതെല്ലാം തന്നെ കേട്ടിട്ട് കാങ്കിലിന് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും തന്റെ ബോസ് അല്ല എന്ന രീതിക്കൊക്കെ ആയിരുന്നു കാങ്കിലും യാങ്ങിന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇനിയെങ്കിലും ഈ ഒരു പരിപാടിക്ക് നീ നിർത്തണമെന്ന രീതിക്കാണ് കാങ്കിലും സംസാരിക്കുന്നത്. മാത്രമല്ല അവനും യാങ്ങിനൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ യാങ്ങിനും പേടി തോന്നുന്നു. ഓൺഹയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മീഹോയും ഹോസ്പിറ്റലിലൊക്കെ എത്തിയതായിരുന്നു. ജീഹ്വാൻ കണ്ണു തുറന്ന് കാണുവാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ കണ്ണു തുറക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹേനെയും മീഹോ സമാധാനിപ്പിക്കുന്നു. നേരത്തെ ഉൺഹയുടെ മാലയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് വീട്ടിലിരിക്കുന്നത് കണ്ടിട്ട് മീഹോയും ആ ഒരു മാലയൊക്കെ ഇപ്പോൾ നന്നാക്കി അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഉൺഹയുടെ ഉള്ളിൽ വിഷമം ഉണ്ടെന്നെല്ലാം തന്നെ മീഹോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീഹോയും അവളെ സമാധാനിപ്പിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഹിറുവും അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇതുപോലെ ഉൺഹ കരയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉൺഹനെ കാണുവാനായിട്ടൊന്നും തന്നെ ഹിറുവ് നിൽക്കുന്നില്ലെങ്കിൽ പോലും ഹിനുവും ഉൺഹനെ കോൾ ചെയ്യുന്നു. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തുവാൻ സാധിക്കാതൊക്കെ പോയത്. എങ്കിൽ പോലും സിയോയ്ക്കെതിരായിട്ടൊക്കെ ജീവാന് സ്റ്റേറ്റ്മെന്റ് നൽകാമെന്ന് എനിക്ക് വാക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ എണീക്കുന്നതായിരിക്കും. അവരും വാക്കൊക്കെ പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിനുവും ഇപ്പോൾ ഉൺഹനെ സമാധാനിപ്പിക്കുന്നു. ചീഹ്വാന്റെ റൂമിന്റെ വെളിയിലൊക്കെ ഹിനുവ് നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ റൂമിന് വെളിയിലൊക്കെ വെച്ചിട്ട് അവനും പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.